ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 29/11/2023 നടന്ന കോമൺ ഡ്രൈവർ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ GK 1 മുതൽ 50 വരെ ഒരു ചോദ്യവും തിരുത്തിയിട്ടുമില്ല, ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഡ്രൈവറിൻ്റെ പാർട്ടിൽ വരുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചു തരാം. ആ ചോദ്യങ്ങളിൽ മാത്രം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ആൻസർ കീ പ്രകാരം ABC കോഡ് CD കോഡ് വരെ ഉണ്ട്. അതിൽ ഡി കോഡ് അനുസരിച്ചിട്ടുള്ള ഒരു ആൻസറൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ, ഡ്രൈവർ പാർട്ട് ചോദ്യങ്ങളിൽ ടോട്ടൽ 6 ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ചോദ്യം തിരുത്തിയിട്ടില്ല, ടോട്ടലി 6 ചോദ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് ഏത് രീതിക്ക് വരും എന്നുള്ള ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഉയർന്നു പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1 മുതൽ 50 വരെ മാറ്റമൊന്നുമില്ല. അതിൽ കറക്റ്റായിട്ട് അതിൽ ഡിലീറ്റും ചെയ്തിട്ടില്ല. പ്രൊഫഷണലി ആൻസർ കീ അനുസരിച്ചിട്ട് തന്നെ വരുന്നത്. 51 മുതൽ 100 വരെ ഉള്ളതിലാണ് 6 ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ചേഞ്ചൊന്നും ചെയ്തിട്ടില്ല, ഡിലീറ്റ് വേറെ ചേഞ്ച് വെച്ചാൽ ചോദ്യം മാറ്റിയിട്ടില്ല, ആൻസർ മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഡിലീറ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 6 ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കോഡ് D അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങളതിൽ ഫസ്റ്റ് ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ള ചോദ്യമാണ്. അത് ഓപ്ഷൻ A ഫസൽ അലിയാണ് കേട്ടോ. 2, തെലുങ്ക് സംസാരിക്കുന്നവർക്കായി എന്താ പറയുക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയത് ഓപ്ഷൻ B പോറ്റി ശ്രീരാമലുമാണ്. 3-ാം ചോദ്യം, 1-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയിലെ വികസനത്തിനാണ്? ഓപ്ഷൻ D കാർഷിക വികസനവുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. 4-ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്? ഓപ്ഷൻ A മംഗൾയാനാണ്. ചന്ദ്രൻ വരാൻ സാധ്യത, കാരണം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ചന്ദ്രൻ നമ്മുടെ ചൊവ്വ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. മംഗൾയാൻ ചൊവ്വയുടെ വിക്ഷേപിക്കപ്പെട്ട ഒരു എന്താ പറയുക ഒരു പ്രോജക്റ്റാണ്. 5-ാമത്തെ ചോദ്യം, 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ C മീററ്റാണ്. ഓക്കെ, ഉത്തർപ്രദേശിലെ മീററ്റാണ്. 6-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ B രാജാറാം മോഹൻ റോയ് ആണ്. 7-ാമത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ D ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയ ചോദ്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും 60-ന് മുകളിൽ മാർക്ക് കിട്ടിയെന്ന് വിളിച്ച്, അതായത് ഒരിക്കൽ പോലും പരീക്ഷയ്ക്ക് പഠിക്കാതെ 60-ന് മുകളിൽ മാർക്ക് കിട്ടി, ഇത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം പഠിച്ചിട്ട് നമ്മൾ ക്ലാസ് ചേർന്ന് പഠിച്ചെന്നുള്ള ഒരു സന്തോഷ വാർത്തയോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതൊരു നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 7 ചോദ്യം മാക്സിമം തെറ്റാൻ സാധ്യത കുറവുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണെന്നുള്ള കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ D കോഡ് അനുസരിച്ച് A കോഡിലാണ് അവർ ആൻസർ കീയും പ്രൊഫഷണൽ ആൻസർ കീയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത്ര നേരം ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ 8-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന പോരാട്ടം ഏതാണ്? ഓപ്ഷൻ B ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. 9-ാമത്തെ ചോദ്യം, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തെ ഉൾപ്പെടുത്തുന്നു? ഓപ്ഷൻ B തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തെയാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി 10-ാമത്തെ ചോദ്യം, സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ഉൾപ്പെടുന്നത് ജുനാഗഡും ഹൈദരാബാദും കാശ്മീരുമാണ്, ഉൾപ്പെടാത്തത് പഞ്ചാബാണ്. ഓക്കെ, 11-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അത് ഓപ്ഷൻ A കാരക്കോറം മലനിരയാണ് ഉൾപ്പെടുന്നത്, കാരക്കോറമാണ്. ഓപ്ഷൻ 12-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ്? ഓപ്ഷൻ B താർ മരുഭൂമിയാണ് കേട്ടോ. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ A ഉത്തര മഹാസമുദ്രം. അപ്പോൾ ഇതിൻ്റെ മരുഭൂമിയുടെ കാര്യവും സമതലവും അതേപോലെ തന്നെ ഈ കാരക്കോറൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിപ്പിച്ച കാര്യമാണ് കേട്ടോ. എല്ലാവരും എഴുതിക്കാണെന്ന് വിചാരിക്കുന്നു. 14-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റവുമായി കണക്കാക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ C ഇന്ദിരാ പോയിന്റ്. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തെക്കേ അറ്റം ഏതാണ്, വടക്കേ അറ്റം ഏതാണ്, പടിഞ്ഞാറ് അറ്റം ഏതാണ്, അതേപോലെ തന്നെ കിഴക്കേറ്റം ഏതാണെന്നൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോഗ്രഫി എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാപ്പ് ഉപയോഗിച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ആരും തെറ്റിക്കാതെ ക്ലിയർ ആയിട്ട് ശരിയാക്കി എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു.
ഇന്ദിരാ പോയിന്റ് ഏത് ഭാഗത്താണ് എന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതാണ്. ഓപ്ഷൻ സി, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുവാനുള്ള അവകാശമാണ്. ഓക്കെ, 16ാമത്തെ ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശങ്ങളുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 17ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഭാഗം 4A ആണ് കേട്ടോ. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം നിലവിൽ എത്രണ്ണമാണ്? നിലവിലത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി, 6 മൗലികാവകാശമാണ് ഉള്ളത്. ഓക്കെ, 19ാമത്തെ ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങളല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, യൂണിഫോം സിവിൽ കോഡ്. നമ്മൾ നേരത്തെ ഞാൻ സ്വാഭാവികമായി ഉണ്ടാക്കിയ ഒരു ആൻസർ കീയിൽ ലഹരി എന്നാണ് കൊടുത്തിട്ട്, പക്ഷേ ഇത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഇതാണ് കേട്ടോ. ഇനി ഇത് മാറാൻ സാധ്യത കുറവാണ്, വളരെ റയർ ആയിട്ടാണ് മാറുള്ളൂ. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി അല്ലെങ്കിൽ കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? പങ്കിടുന്ന രാജ്യമാണ്. ഓപ്ഷൻ ബി, ശ്രീലങ്ക ആൻഡ് മാലദ്വീപാണ്. ഓക്കെ, അതിർത്തിയുടെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സമുദ്ര അതിർത്തിയും അതേപോലെ കര അതിർത്തിയും എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 21ാമത്തെ ചോദ്യം, കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 4 മാത്രം ശരിയാണ്. അപ്പോൾ 4 മാത്രം ശരി വെച്ചാൽ മലബാർ വന്യജീവി സങ്കേതമാണ് ഉത്തരം. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? അപ്പോൾ 3ാമത്തെ പോയിന്റ് ആണ് അതിൻ്റെ പക്ഷി സങ്കേതം വരുന്നത്, തട്ടേക്കാടാണ് കേട്ടോ. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ വരുന്നത്, പോയിന്റ് വരുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ് വരുന്നത്. അപ്പോൾ അതായത് ഒന്നിൽ പെരിയാർ അല്ലെങ്കിൽ ഇരവികുളം. നമ്മൾ ഇരവികുളമാണ് ഇപ്പോൾ ഓപ്ഷനുള്ളത്, അപ്പോൾ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇരവികുളമാണ്. അപ്പോൾ ഇരവികുളം ഒരു പോയിന്റിലാണ് പറഞ്ഞ ശേഷം അതിൻ്റെ കൺക്ലൂഷനിൽ വരുന്നത് സി ഓപ്ഷനാണ് വരുന്നത്. 2 മാത്രം ശരി എന്നുള്ള ആൻസറാണ്. ഇനി അടുത്തത് 24ാമത്തെ ചോദ്യം, 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിന് 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുളന്തുരുത്തിയാണ്. നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് ടൈം പരീക്ഷയുടെ തൊട്ട് തലേദിവസം മുമ്പ് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ സ്പീഡപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മുളന്തുരുത്തി എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ പോയിന്റാണ് വരുന്നത്, അത് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. മുളന്തുരുത്തിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത കാര്യം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത 25ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 3 മാത്രമാണ്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ താപവൈദ്യുത നിലയാണ് കേട്ടോ. ഞാൻ ആണവ വൈദ്യുത നിലയാണ് നേരത്തെ ആൻസർ ഇട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആൻസർ കീഴിൽ അത് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയിട്ട് ഓരോ ചോദ്യം ഗൂഗിളിലും മറ്റുള്ള ബുക്കിലൊക്കെ റെഫർ ചെയ്തിട്ട് നോക്കിയത്. പക്ഷേ കായംകുളം ആദ്യം അടിച്ചപ്പോൾ അത് ആണവ നിലയം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിലാണ് ചെയ്തത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് താപവൈദ്യുത നിലയാണ് കേട്ടോ. നാഫ്തയാണ് അതിൻ്റെ എന്താ പറയുക ഇന്ധനം എന്ന് പറയുന്നത്. ഇനി അടുത്ത 26ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? കൊല്ലം ടു കോട്ടപ്പുറം എന്ന് പറയുന്നത് അപ്പോൾ നീട്ടിയിട്ടുണ്ട്, കൊല്ലം ടു കോട്ടപ്പുറം നീട്ടിയിട്ടുണ്ട്. 3ാമത്തെ പോയിന്റാണ് വരുന്നത്. അപ്പോൾ 3ാമത്തെ പോയിന്റ് വരുന്നത് ദേശീയ ജലപാത 3 ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, 27ാമത്തെ ചോദ്യം വരുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? എല്ലാവർക്കും അറിയാം, ബേക്കൽ കോട്ടയാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം ശരി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ, ബേക്കൽ കോട്ട. അടുത്തത് കാസർഗോഡാണ് ബേക്കൽ കോട്ട വരുന്നത്. ഇനി അടുത്തത് 28, കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? എല്ലാവർക്കും അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. 4ാമത്തെ പോയിന്റാണ് വരുന്നത്, തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. 4ാമത്തെ പോയിന്റ് ആണെങ്കിലും 4ാമത്തെ പോയിന്റ് വരുന്നത് പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രാമത്തെ പോയിന്റ് ആണുള്ളത്? അത് ഓപ്ഷൻ എയിലാണ്, 4 മാത്രം എന്നുള്ളത്. 4 എന്ന് പറയുമ്പോൾ റോമൻ ലെറ്റർ ആണ്, 4 മാത്രം എന്നുള്ള കാര്യം. അതിൽ കൺഫ്യൂസ് അടിച്ച് നമ്മൾ തെറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അതിനൊന്നും നമ്മൾ തോറ്റു കൊടുക്കുന്ന ലെവലിൽ മാക്സിമം ചെയ്യുക. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം വരുന്നത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഇടുക്കി മാത്രം. 1 മാത്രമാണ്, അപ്പോൾ ഓപ്ഷൻ ബി. 30ാമത്തെ ചോദ്യം, പറമ്പിക്കുളം ടൈഗർ റിസർവ് കടുവാ സങ്കേതം ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഇത് പൊതുവെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ്, 4 മാത്രമാണ്. അതായത് മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത്. ഓക്കെ,
ഇത് മാക്സിമം കുറേ ആൾക്കാർക്ക് അറിയാം, കാരണം പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഒരുപാട് തവണ മുൻപൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ പരീക്ഷകൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയ ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ 31ാമത്തെ ചോദ്യം വരുന്നത്, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുമായി ബന്ധമില്ലാത്തത്, അല്ല ചന്ദ്രയാൻ 3യുമായി ബന്ധമില്ലാത്തത് പ്രസ്താവന ഏവ എന്നുള്ള സംഭവമാണ്. ബന്ധമില്ലാത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, തുമ്പയിൽ നിന്ന് വിക്ഷേപം നടത്തിയാണോ? അല്ല. ശ്രീഹരിക്കോട്ടയാണോ? അതെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയോ? അതെ. അപ്പോൾ ഒന്ന് മാത്രമാണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ഒന്ന് മാത്രം എന്നാണ് ഉത്തരം. 32, 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പിയാണ് ഉത്തരമായിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യം, 2023 മാസത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ്? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ തെലുങ്കാന സംസ്ഥാനമാണ് കേട്ടോ. ഇനി 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ള ചോദ്യം. ഒന്ന്, കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതാണ് ഉത്തരം, ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മാത്രം ശരി എന്നാണ്, ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരം. ബാക്കിയുള്ള 2ാമത്തെ പോയിന്റും 3ാമത്തെ പോയിന്റും തെറ്റാണ്. അതായത് ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഒഡാസിറ്റി ഉപയോഗിക്കുന്നത് എന്നാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ ഇത് എന്ന് പറയുന്നത്. ഒഡാസിറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മാത്രമാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ്, അതായത് ഒന്ന് മാത്രം ശരി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 35ാമത്തെ ചോദ്യം വരുന്നത്, താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. 1ാമത്തെ പോയിന്റ്, ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതും ആരാധന നടത്തുന്നതിന് വേണ്ടിയായിരുന്നോ? അല്ല. 2ാമത്തെ പോയിന്റ്, വഴി നടക്കുന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നോ? അതെ. 3ാമത്തത്, പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു, 1925 എത്തിയിരുന്നു, അല്ലേ? അത് നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ബന്ധമുള്ള കാര്യം. അപ്പോൾ 2, 3ഉം ഉള്ളത് എവിടെയുള്ളത്? ഓപ്ഷൻ ബിയിലാണ്, അല്ലേ? അതാണ് ശരിയായ ഉത്തരം. അപ്പോൾ അത് പ്രൊഫഷണൽ പ്രകാരം അതാ കൊടുത്തിരിക്കുന്നത്. ഇനി 36ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യം പറയണത്, പയ്യന്നൂരിൽ കേരളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു? അതെ. കോഴിക്കോട് അബ്ദുൾ റഹ്മാൻ്റെ നേതൃത്വത്തിലാണോ? അതെ. ശംഖുമുഖത്ത് പി കൃഷ്ണപിള്ളയാണോ? അല്ല. അപ്പോൾ 1ഉം 2ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ്, അതായത് തെറ്റായ കാര്യം പറഞ്ഞു. അപ്പോൾ അതായത് 3 മാത്രമാണ് തെറ്റ്. 37ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ വസ്ത്രം ധരിക്കുന്ന വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിനായി എന്താ പറയുക നടന്ന സമരം ഏതായിരുന്നു? അല്ല, ഓപ്ഷൻ എ ചാന്നാർ ലഹളയാണ് കേട്ടോ. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ചാന്നാർ ലഹള. ഓക്കെ, 38ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി കേട്ടോ. 39ാമത്തെ ചോദ്യം, ശ്രീ നാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കേട്ടോ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണോ? അതെ. അരിയപുരം പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണോ? അതെ. ബന്ധമില്ലാത്തതാണല്ലോ. അപ്പോൾ സാധുജന പരിപാലനം സ്ഥാപിച്ചത് അദ്ദേഹമാണോ? അല്ല. അപ്പോൾ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാത്രമാണ് ശരി, അതായത് ബന്ധമില്ലാത്തതാണല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് അതിന് ഉത്തരം വരുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ അയ്യങ്കാളിയാണ്, നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയാണ് കേട്ടോ. അപ്പോൾ ബാക്കി 1ഉം 2ഉം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ, 40ാമത്തെ ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ജപ്പാനാണ്. 41ാമത്തെ ചോദ്യം, ഡയബറ്റിസ് ഇൻഡിപെഡിസ് എന്നറിയപ്പെടുന്ന രോഗം, അതിൻ്റെ അവസ്ഥയുടെ പ്രത്യേകത എന്താണെന്നാണ്? ഓപ്ഷൻ ഡി മൂത്രത്തിലൂടെ അധികം ജലം നഷ്ടം എന്നാണ്. ഓക്കെ, അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. നേരത്തെ ഞാൻ മൂത്രത്തിലൂടെ പഞ്ചസാര അളവ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ലക്ഷണമാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, 42ാമത്തെ ചോദ്യം, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാകുന്ന രോഗം. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെ കേട്ടോ. ഓപ്ഷൻ എ, കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ എലിപ്പനിയുടെ ഒരു ഇതാണ്, നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ലെപ്റ്റോസ്പൈറിൻ്റെ കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രോഗങ്ങൾ എടുക്കുന്ന സമയത്ത്. 43ാമത്തെ ചോദ്യം, ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ കുത്തിവെക്കുന്നത്? അപ്പോൾ പൊതുവെ അറിയാം, നമുക്ക് കുട്ടികളുടെ ജന്മനായുള്ള കുട്ടികൾക്ക് കുത്തിവെക്കുന്ന ഒരു വാക്സിനാണ്. അപ്പോൾ ക്ഷയരോഗത്തിനാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 44ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നമ്മൾ ബാക്കി പദ്ധതിയൊക്കെ നോക്കിയായിരുന്നു. സ്നേഹസാന്ത്വനം എന്നുള്ള സംഭവം നോക്കിയിട്ടില്ല. പ്രത്യേക ആശ്വാസകരണം സ്നേഹപൂർവ്വം നോക്കിയിട്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ സ്നേഹസാന്ത്വനമാണ് ഉത്തരം. 45ാമത്തെ ചോദ്യം, ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? അത് നമുക്കറിയാം അല്ലേ, കോംപ്ലാൻ മറ്റുള്ള സംഭവം പരസ്യങ്ങളിൽ തന്നെ അറിയാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് നല്ലതാണ് പറഞ്ഞിട്ട് ഓപ്ഷൻ ബി പ്രോട്ടീൻ ആണ് ഉത്തരം വരുന്നത് കേട്ടോ.
46 രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ. പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം വിറ്റമിൻ കെ ആണ്. ക്ലാസ്സിലെടുത്തൊരു സംഭവം വിറ്റമിൻ എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. 47ാമത്തെ കാര്യം വരുന്നത് ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ ബി ഫംഗസ് ആണ്. ഇത് നമ്മുടെ ക്ലാസ്സിൽ വളരെ സൂപ്പറായിട്ട് എടുത്തൊരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ്. 48ാമത്തെ ചോദ്യം പ്രമേഹ രോഗ ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? ഓപ്ഷൻ ബി നീലവൃത്തമാണ് കേട്ടോ. നീലവൃത്തമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കുക. ലോഗോയുടെ കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുള്ള രോഗങ്ങളുടെ പോലെ ലോഗോ ഉണ്ടെങ്കിൽ എയ്ഡ്സിൻ്റെ കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ലോഗോൻ്റെ മറ്റുള്ള കാര്യം റിബൺ എന്ന് പറഞ്ഞാൽ റിബൻ്റെ എന്താ പറയുക പിങ്ക് റിബൺ ആണുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 49ാമത്തെ ചോദ്യം വരുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകൾ ഒന്നാണ് ഗ്ലൂക്കോൺ എന്നറിയപ്പെടുന്നത്. ഒന്ന് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇൻസുലിനാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 50ാമത്തെ ചോദ്യം വരുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശം ബാധിതമായ രോഗം ഏതാണ്? ഓപ്ഷൻ സി എംഫസീമിയാണ് കേട്ടോ. എംഫസീമിയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് രോഗങ്ങളുടെ കാര്യം എടുക്കുന്ന സമയത്ത് പറഞ്ഞെന്ന കാര്യമാണ്. 51ാമത്തെ ചോദ്യം താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഓപ്ഷൻ സി എഞ്ചിൻ്റെ താപനിലയുടെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 52ാമത്തെ ചോദ്യം വരുന്നത് ബ്രേക്ക് ഫെയ്ഡ് എന്നാൽ എന്ത് എന്നാണ്? ഓപ്ഷൻ സി ബ്രേക്ക് ഫെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ PDF എന്ന സംഭവത്തിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഓപ്ഷൻ സി ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഒരു തകരാറാണ് ഈ ബ്രേക്ക് ഫെയ്ഡ് എന്ന് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ സംഭവമാണ്. ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. ഒരു പാർട്സാണ് വരുന്നത്. ഓക്കെ, രണ്ടും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് 53ാമത്തെ ചോദ്യമാണ് കൂളർ എന്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ഡി എൻജിൻ എയർ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് കൂളർ എന്ന് പറയുന്നത്. ഓക്കെ, 54ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. എൻജിൻ ഓയിലിൻ്റെ അളവ് നോക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. ഡിപ്സ്റ്റിക്ക് എന്നാണ് എൻ്റെ ആൻസർ വരുന്നത്. പക്ഷേ ഇതിൽ ടിപ്സ്റ്റിക്കും ഡ്രിപ്സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആൻസർ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം, ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കണം, കറക്റ്റായിട്ടുള്ള വേർഡ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവുള്ളൂ. ആരെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാൻസലാണ്. 54ാമത്തെ ചോദ്യം ഡി കോഡ് അനുസരിച്ച് ക്യാൻസലാണ്. 55ാമത്തെ ചോദ്യം വരുന്നത് ഹെവി വാഹനം എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി GVW 12,000 കിലോയ്ക്ക് മുകളിൽ വരുന്ന വാഹനമാണ്. 56ാമത്തെ ചോദ്യം വരുന്നത് താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി എയർ ബാഗ് വാണിംഗ് ലൈറ്റ് ആണ്. ഓക്കെ, എയർ ബാഗിൻ്റെ വാണിംഗ് ലൈറ്റ് ആണ് ഈ ഒരു ചിഹ്നത്തിൻ്റെ സൂചന വരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ ഇതിൻ്റെ മുകളിൽ ഒരു ബോൾ പോലെ ഒരു സംഭവം വരുന്നതുകൊണ്ട് എയർ ബാഗാണ് തിരിച്ചറിയാം. കൂടുതൽ ആൾക്കാരും ആ സീറ്റ് ബെൽറ്റ് പോലെ ഒരു ആകൃതി വരുന്ന സീറ്റ് ബെൽറ്റും ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി 57ാമത്തെ ചോദ്യം വരുന്നത് 4 സൈഡ് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അതായത് ഹസാർഡ് വാണിംഗ് ലൈറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി അപകട സൂചന നൽകുന്നതിന് വേണ്ടിയിട്ട് വല്ല വാഹനം കംപ്ലൈൻ്റ് ആയി നിൽക്കുകയോ അല്ലെങ്കിൽ അപകടം സംഭവിച്ച് നിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൂചന മറ്റുള്ള ഡ്രൈവർമാർക്ക് അറിയിക്കാനാണ്. 58ാമത്തെ ചോദ്യം വരുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നുള്ള ബാഡ്ജിന്റെ കാലാവധി എത്രയാണ്? അതിന് മാറ്റമൊന്നുമില്ല. നേരത്തെ പണ്ട് 3 വർഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ അതിൻ്റെ കാലാവധി 5 വർഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, അത് പ്രത്യേകത. 59ാമത്തെ ചോദ്യം വരുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാൽ എന്ത്? അപ്പോൾ ഓപ്ഷൻ ബി 7500 കിലോയ്ക്ക് താഴെ ഉള്ള വെഹിക്കിളാണ്, GVW ഉള്ള വാഹനങ്ങളാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 60ാമത്തെ ചോദ്യം വരുന്നത് 50 cc താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നുള്ള ലൈസൻസ് ലഭിക്കുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയാണ്, ചുരുങ്ങിയ പ്രായപരിധിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി വരുന്നത് 16 വയസ്സാണ് കേട്ടോ. 16 വയസ്സാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ആണെങ്കിൽ ഇലക്ട്രിക്ക് 0.5 കിലോ വാട്ട് എന്ന ആ രീതിയാണ്, ആ ഒരു രീതിയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്കാണ് ഈ 16 വയസ്സ് എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത്. അതിന് മുകളിൽ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ 18 വയസ്സിന് മുകളിൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇനി 61ാമത്തെ ചോദ്യം വരുന്നത് നമുക്ക് നോക്കാം. 61ാമത്തെ ചോദ്യം വരുന്നത് AdBlue ഉപയോഗിക്കുന്നത് ഏതുതരം വാഹന എഞ്ചിനിലാണ്? അതായത് AdBlue എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഓപ്ഷൻ സി ഡീസലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് AdBlue. ഓക്കെ, ഈ 62ാമത്തെ ചോദ്യം വരുന്നത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനാണ്? അപ്പോൾ അതിൻ്റെ AdBlueൻ്റെ മറ്റൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓപ്ഷൻ സി വരുന്നത് അന്തരീക്ഷ മലിനീകരണ നിയന്ത്രണത്തിന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഈ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്, അതായത് ആഡ് ബ്ലൂവിന്റെ മറ്റൊരു പേര്, ആഡ് ബ്ലൂവിന് പരസ്യം പറയാതെ വേറെ രീതിക്ക് പറഞ്ഞാണ്. 63ാമത്തെ ചോദ്യം, മോട്ടോർ വാഹന നിയമം 112ാമത്തെ വകുപ്പ് അനുശാസിക്കുന്നത് എന്താണ്? വാഹനങ്ങളുടെ എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ഡി നമ്മൾ പഠിച്ച കാര്യമാണ്, വേഗതാ പരിധിയുമായുള്ള സംഭവമാണ്. ഇനി 64ാമത്തെ ചോദ്യം വരുന്നത് ഒരു ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? ശരിക്കും പറഞ്ഞാൽ 129 129 വകുപ്പ് ഇതിൽ കൊടുക്കാത്തത് കൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള 128 എല്ലാവരും അത് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പക്ഷേ 129 ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി 65ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റിട്ടാർഡർ എന്ത് ആവശ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആൻസർ വരുന്നത് വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിന്, സ്പീഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അതായത് ഹെവി വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഈ റിട്ടാർഡർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. കൂടുതൽ ഹെവി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് റിട്ടാർഡർ എന്ന് പറയുന്നത്. ലോഡ് കൊണ്ടുപോകുന്ന ഒരുപാട് ടൺ കണക്കിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. ഓക്കെ, ഇനി 66ാമത്തെ ചോദ്യം, വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ ഓഡോമീറ്റർ ആണ്. പക്ഷെ സ്പീഡിന്റെ കാര്യം, വാഹനത്തിന്റെ സ്പീഡ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി സ്പീഡോമീറ്റർ ആയിരിക്കും. പക്ഷെ ഓടിയ ദൂരമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് ഓഡോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് 67ാമത്തെ ചോദ്യം, തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഡ്രൈവർ വാഹനത്തിന്റെ എന്താണ് ഓൺ ആക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ഹെഡ് ലൈറ്റ് ഡിപ്പ് ബീം ഓൺ ആക്കി കടന്നു പോകണം എന്നാണ്. ഓൾറെഡി ഈ തുരങ്കങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് സംവിധാനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ റോഡ് ക്ലിയർ ആയിട്ട് അറിയും. പക്ഷെ ഡിപ്പഡ് ലൈറ്റ് ഓൺ ആക്കി പോകണം എന്നുള്ള, അപ്പോൾ ഒരു ഇതില്ലെങ്കിൽ മാത്രമാണ് ഈ ഹൈ ബീം ഉപയോഗിച്ച് പോകുന്നത്. പക്ഷേ ഡിപ്പഡാണ് ഇതിൽ ആൻസർ ആയിട്ട്. അത് യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ, നിയമപരമായിട്ട് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് ഡിപ്പഡ് ഓൺ ആക്കി പോകണം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഡിപ്പഡ് ബീം ഓൺ ആക്കിയിട്ടാണ് പോകണം എന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും മൈൻഡിൽ വേണ്ട. ചിലപ്പോൾ ഇത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല മറ്റുള്ള പരീക്ഷകൾക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാനും സാധ്യതയുണ്ട്. അടുത്ത 68ാമത്തെ ചോദ്യം, കെട്ടിവലിക്കുവാൻ അനുവാദമില്ലാത്ത വാഹനം ഏതാണ്? ഇത് ഒരു റെഗുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഇരുചക്ര വാഹനമാണ്. നമ്മൾ റെഗുലേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് പ്രത്യേകം പറഞ്ഞാണ്, 3 വീലർ ആൻഡ് 2 വീലർ കെട്ടിവലിക്കരുതെന്നുള്ള കാര്യം. 69ാമത്തെ ചോദ്യം, ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റുവാൻ അനുവാദനമുണ്ട്? ഇതൊക്കെ പല തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ LDV ഡ്രൈവറിന്റെ പരീക്ഷയിലും കഴിഞ്ഞ റീസെൻ്റായി നടന്ന എക്സൈസിന്റെ യൂണിവേഴ്സിറ്റി ഡ്രൈവറിന്റെ പരീക്ഷയിലും ഒക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചാണ്. അനുവാദം ഇല്ല, ഒരൊറ്റ ഡ്രൈവർ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ എന്നാണ്. മറ്റുള്ള ആരെയും കയറ്റാൻ പാടില്ല. നമ്മളെ കാഴ്ചയിൽ കണ്ടുവരുന്ന സംഭവമല്ല അവർ ആൻസർ വരുന്നത്. അടുത്ത 70ാമത്തെ ചോദ്യം, ABS വാണിംഗ് ലാമ്പ് വാഹനം ഓടിക്കൊണ്ടിരിക്കവേ തെളിഞ്ഞു നിന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഓപ്ഷൻ വരുന്നത്, ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഗൂഗിളിലും മറ്റുള്ള യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അത് വണ്ടി ഓടിക്കാൻ പാടില്ല. പക്ഷേ ഇവരുടെ ആൻസർ വരുന്നത് വാഹനം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് അടിസ്ഥാനത്തിൽ തന്നെ അറിയില്ല. ഇനി വേറെ വല്ല സംവിധാനം ഉണ്ടോയെന്ന് അറിയില്ല. ഇനി അടുത്ത 71ാമത്തെ ചോദ്യം, ടർബോ ചാർജർ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്കറിയാം, ടർബോ ചാർജർ എക്സോസ്റ്റ് എയർ ഉപയോഗിച്ചുകൊണ്ട് ആ ടർബൈനെ കറക്കി അതേ മർദ്ദത്തിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അതേ മർദ്ദത്തിലുള്ള വായുവിനെ എഞ്ചിനിലേക്ക് കടത്തിവിടും. അതായത് എഞ്ചിന്റെ അകത്തേക്ക് വായു പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് എന്താ പറയുക, കനം കൂടിയ അതായത് നല്ല മർദ്ദീകരിച്ച വായു വേണം എന്നുള്ള ലെവലിലാണ്. ഓക്കെ, ഇനി 72ാമത്തെ ചോദ്യം വരുന്നത്, അതിന്റെ ഓപ്ഷൻ ആണ് ആൻസർ കേട്ടോ. 71ാമത്തെ ചോദ്യം ടർബോ ചാർജറിന്റെ. 72ാമത്തെ ചോദ്യം, ഹീറ്റർ പ്ലഗ് ഉപയോഗിക്കുന്നത് ഏത് തരം വാഹനങ്ങളിലാണ്? ഓക്കെ, പൊതുവെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെട്രോൾ വാഹനങ്ങളിൽ സ്പാർക്ക് പ്ലഗ് ആണ്, CNGയിൽ സ്പാർക്ക് പ്ലഗ് ആണ്, തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ എഞ്ചിനുകളും എന്നുള്ള ആൻസർ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി, ഡീസൽ എഞ്ചിനുകളിലാണ് ഹീറ്റർ പ്ലഗ് അല്ലെങ്കിൽ ഗ്ലോ പ്ലഗ് ഉപയോഗിക്കുന്നത്. ഞാൻ വീഡിയോ സഹിതം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആരും തെറ്റിച്ചിട്ടുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ചിലപ്പോൾ കൺഫ്യൂസ് ആയി തെറ്റിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് 73ാമത്തെ ചോദ്യം, ECU എന്ന് പറയുന്നത്, അതിന്റെ ഫുൾ ഫോമിന്റെ ഞാൻ PDF ഒക്കെ ഇട്ടെന്നാണ്, അതിലുള്ള സംഭവമാണ്. അപ്പോൾ ECU എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ആധുനിക വാഹനങ്ങൾ മാക്സിമം ECU വാഹനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 74ാമത്തെ ചോദ്യം, അതായത് ഡിലീറ്റഡ് ആയിട്ടുള്ള, ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു കാറിന്റെ ഹെഡ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ബൾബിന്റെ പരമാവധി വോൾട്ടേജ് എത്രയാണ്? ചിലപ്പോൾ യഥാർത്ഥ ആൻസർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിന്റെ ചോദ്യം തന്നെ ഡിലീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തത് എന്നുള്ള കാര്യം. അപ്പോൾ 74ാമത്തെ ചോദ്യം, ഡീകോഡ് അനുസരിച്ച്
ക്യാൻസൽ ആണ്. ഓക്കെ, അതായത് ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഞാനിത് എന്താ പറയുക, മറ്റേ പ്രൊഫഷണൽ ആൻസർക്ക് അനുസരിച്ച് 75 വാട്ട് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രൊഫഷണൽ ആൻസർക്ക് അനുസരിച്ച്, പക്ഷേ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇനി അതിൻ്റെ ആൻസർ ഇല്ല, ചോദ്യം തന്നെ ഇല്ലാതായി. അപ്പോൾ 100 ചോദ്യങ്ങളിൽ 6 ചോദ്യം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് എന്ന് പറയുന്നത് 94ആയി. 94ൽ നിങ്ങൾ വാങ്ങിച്ച മാർക്ക് എത്രയാണ് എന്നുള്ളതിലാണ് അതിൻ്റെ രീതി വരുന്നത്. അപ്പോൾ കട്ട് ഓഫും സ്വാഭാവികമായിട്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ 6 ചോദ്യം വെച്ചാൽ മാക്സിമം ആൾക്കാർ തെറ്റിക്കുന്ന ചോദ്യമല്ല, എല്ലാവരും ശരിയാക്കുന്ന ചോദ്യമാണ്. ഒരു 5 എണ്ണമെങ്കിലും ശരിയാക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ടോട്ടലി എല്ലാവരും ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് ടോട്ടലി ഒരു കട്ട് ഓഫ് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കണം. അല്ലാതെ കട്ട് ഓഫ് ഒരിക്കലും അവിടെ കൂടും എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കുറേ ആൾക്കാർ അങ്ങനെ തന്നെ ചോദിച്ചു, അതായത് ഈ കട്ട് ഓഫ് ഇത് കാരണം പ്രശ്നം വരുമോ എന്നുണ്ട്. ഇനി അടുത്ത 75ാമത്തെ ചോദ്യം വരുന്നത്, കാറുകളിൽ AC കണ്ടൻസറിന്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ റേഡിയേറ്ററിന് മുന്നിലാണ് വരുന്നത്. ഓക്കെ, കാറുകളിൽ AC കണ്ടൻസറിന്റെ സ്ഥാനം റേഡിയേറ്ററിന് മുന്നിലാണ്. 76ാമത്തെ ചോദ്യം വരുന്നത്, ഒരു ടയറിൽ 185/65/R14 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ 14 സൂചിപ്പിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഓപ്ഷൻ ഡി റിമ്മിന്റെ വ്യാസം ഉണ്ടോ, റിമ്മിന്റെ വ്യാസമാണ് വരുന്നത്. ഓക്കെ, ടയറിന്റെ ആ ഒരു വക്കത്ത് എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്ത 77ാമത്തെ ചോദ്യം, ടയർ പ്രഷർ, ടയറിന്റെ എയറിന്റെ പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടയർ പ്രഷർ സൂചിപ്പിക്കുന്ന PSI, ഇത് നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അതിന്റെ പൂർണ്ണ രൂപം ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ പൗണ്ട്സ് പെർ സ്ക്വയർ എന്നാണ് അതിന്റെ ഇഞ്ച് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 78ാമത്തെ ചോദ്യം വരുന്നത്, താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ഒരു ബാർ ആണെങ്കിൽ അത് നോ പാർക്കിംഗ് ആണ്. 2 ഇൻറ്റു വരുന്ന ആ ഒരു ബാർ, 2 വശത്തേക്കും ബാർ വരച്ച് ഇൻറ്റു ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കാനോ നിർത്തുവാനോ പാടില്ല എന്നാണ്. അത് ഒരുപാട് തിരക്കുള്ള ഭാഗങ്ങളുള്ള ആ ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ നിർത്തരുത് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് 78ാമത്തെ അതിൻ്റെ ആൻസർ വരുന്നത്, ഫൈനൽ ആൻസർക്ക് പ്രകാരം. 79ാമത്തെ ആൻസർ വരുന്നത്, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ പെർമിറ്റിന്റെ കാലാവധി എത്രയാണ്? പെർമിറ്റിന്റെ കാലാവധി 12 മുതൽ 5 വർഷം തന്നെയാണ്. ലോറി ആയാലും ഏത് വാഹനമായാലും പെർമിറ്റിന്റെ കാലാവധി വരുന്നത് 5 വർഷമാണ്. ഇനി റയർ ആയിട്ടുള്ള വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അതിന് മാത്രം ചിലപ്പോൾ 1-2 വർഷമോ 3 വർഷമോ ചിലപ്പോൾ ഉണ്ടാവാം. മാക്സിമം 5 വർഷം തന്നെയാണ്. ഓക്കെ, ടാക്സി ആയാലും ട്രാൻസ്പോർട്ട് വാഹനം ആയാലും ഓട്ടോ ആയാലും 5 വർഷം തന്നെയാണ്. ഓക്കെ, ഇനി 80ാമത്തെ ചോദ്യം വരുന്നത്, ഒരു എഞ്ചിനിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഓപ്ഷൻ എ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനാണ് എന്നാണ് എൻ്റെ ആൻസർ വന്നിരിക്കുന്നത്, ഫൈനൽ ആൻസർക്ക് പ്രകാരം. ഇനി 81ാമത്തെ ചോദ്യം, എയർ ബാഗിൽ കാണുന്ന SRS എന്നാൽ എന്ത്? എയർ ബാഗിൽ കാണുന്ന SRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സപ്ലിമെൻ്ററി റെസ്റ്ററൈൻഡ് സിസ്റ്റം എന്നാണ്. ഓപ്ഷൻ എ സപ്ലിമെൻ്ററി റെസ്റ്ററൈൻഡ് സിസ്റ്റം എന്നാണ് എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ 81ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എയർ ബാഗിൽ കാണുന്ന SRS എന്നാൽ എന്ത് ചോദിച്ചാൽ ഓപ്ഷൻ എ സപ്ലിമെൻ്ററി റെസ്റ്റോറൻറ്റ് സിസ്റ്റം എന്നാണ്. തെറ്റിക്കരുത്. ഇനി അടുത്ത പരീക്ഷകൾ ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാനും സാധ്യതയുള്ള ഒരു സംഭവമാണ്. 82ാമത്തെ ചോദ്യം, ബൈറ്റിംഗ് പോയിന്റ് എന്ന ഒരു വാക്ക് എന്ത് സംബന്ധിച്ച വാക്കാണ്? അപ്പോൾ ഓപ്ഷൻ ബി വാഹനത്തിനെ ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ്. അതായത് ഈ ക്ലച്ചുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് പണ്ട് പോലീസ് ഡ്രൈവറിൽ ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്, പക്ഷേ വേറെ രീതിക്ക് ചോദിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ, 83ാമത്തെ ചോദ്യം, BS4 എഞ്ചിനിൽ BS എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാരത് സ്റ്റേജ് ആണ്. ബ്രിട്ടീഷ് സ്റ്റേജിന്റെ മാതൃകയിൽ ഭാരത് സ്റ്റേജ് ആണ്, നമ്മളെ പഠിപ്പിച്ച സംഭവമാണ്. അതിന്റെ ക്ലാസ്സിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ഭാരത് സ്റ്റേജ് ആണ് BS4 എന്ന് പറയുമ്പോൾ. 84 എന്ന് പറയുന്നത് ഒരു വാഹനത്തിന്റെ MIL എന്ന് പറയുന്നത്, MIL എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഫുൾ ഫോം എന്താണ്? മാൽ ഫംഗ്ഷനിങ് ഇൻഡിക്കേറ്റർ ലാമ്പ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത 85ാമത്തെ ചോദ്യം വരുന്നത്, അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ, അതായത് ഹസാർഡ് ഗുഡ്സ് ലൈസൻസിന്റെ കാലാവധി. നേരത്തെ അത് 1 വർഷമായിരുന്നു, ഇപ്പം നിലവിൽ 3 വർഷമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളത് 3 വർഷമാണ് ശരിയായ ആൻസർ. കഴിഞ്ഞ ഹൈക്കോടതി ഷോഫർ പരീക്ഷയിലും ഇതേ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, പഠിക്കാം. 86ാമത്തെ ചോദ്യം വരുന്നത്, ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? കഴിഞ്ഞ പരീക്ഷയിൽ അതിൻ്റെ അറ്റൻഡറിന്റെ കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 20 വയസ്സ് തന്നെയാണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനും ഉള്ള കുറഞ്ഞ പ്രായം, അതായത് ഹെവി വാഹനം, അപ്പോൾ നിലവിൽ ട്രാൻസ് എന്നാണല്ലോ പറയാം, 20 വയസ്സാണ്. ഓക്കെ,
87ാമത്തെ ചോദ്യം വരുന്നത് സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിനാണ്. ശ്രദ്ധിക്കുക, ഉപയോഗിക്കുന്ന എഞ്ചിനല്ല, ഉപയോഗിക്കാത്ത എഞ്ചിനാണ്. അത് നമ്മൾ ചാടിക്കയറി എന്ത് ചെയ്യും, ഉപയോഗിക്കുന്ന എഞ്ചിനാണ് തെറ്റിദ്ധരിച്ച് പെട്രോൾ എഞ്ചിൻ എഴുതി വയ്ക്കാൻ സാധ്യത. പക്ഷേ CNGയിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കും, LPGയിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ പെട്രോൾ എഞ്ചിനിലും സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉപയോഗിക്കാത്ത അത് ഗ്ലോ പ്ലഗ് അല്ലെങ്കിൽ ഹീറ്റർ പ്ലഗ് ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ, ഓപ്ഷൻ എ ആണ് എൻ്റെ ആൻസർ വരുന്നത്. 88ാമത്തെ ചോദ്യം ഡിലീറ്റ് ആണ്. അതായത് പവർ സ്റ്റിയറിംഗിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്താണെന്നാണ് ചോദ്യം. അതിൽ പ്രൊഫഷണൽ അനുസരിച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ആയിരുന്നു, നിലവിൽ അത് ഡിലീഷൻ ആണ്. അപ്പോൾ 88ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 89ാമത്തെ ചോദ്യം BS6 എഞ്ചിൻ ഫിറ്റ് ചെയ്ത പുതിയ വാഹനങ്ങൾക്ക് പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. 1 വർഷം വരെ അതിൻ്റെ ആവശ്യമില്ല, 1 വർഷത്തിന് ശേഷം ആവശ്യമാണ്. അതിൻ്റെ 1 വർഷം കാലാവധി ലഭിക്കും. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ 1 വർഷം കാലാവധി ലഭിക്കും എന്നാണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ 1 വർഷത്തിന് ശേഷം ആവശ്യമാണെന്നാണ്. അപ്പോൾ ഇനി 90ാമത്തെ ചോദ്യം വരുന്നത് 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കും എന്നാണ്. ഓപ്ഷൻ സി 2 ബാറ്ററി ഉണ്ടായിരിക്കും. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കും. ഓപ്ഷൻ സി 2 ബാറ്ററി. 91ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തെന്ന് എനിക്കറിയില്ല. അതിൻ്റെ 4T എന്ന് പറഞ്ഞാൽ T ചെറുതായി പോയതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ക്യാൻസൽ ആയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ സൈനുമായി ഒത്തു നോക്കും, ചിലപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് ഇതിൻ്റെ ചിലപ്പോൾ ആക്സിൽ വെയിറ്റ് എന്നായിരിക്കും. ഇത് ഭാരപരിധി മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ അങ്ങനെയും ആവാം. ആക്സിൽ വെയിറ്റ് 4 ടൺ എന്നുള്ള ലെവലാണ്, ഭാരപരിധി എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ആൻസർ തെറ്റായിരിക്കാം. 91 ക്യാൻസലാണ്. ഓക്കെ. ഇനി അടുത്ത 92ാമത്തെ ചോദ്യം വരുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഇടത് കൈ കൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ ഏതാണ്. ഇടത് കൈ കൊണ്ട് കാണിക്കാനേ പാടില്ല, വലത് കൈ കൊണ്ട് കാണിക്കുന്ന സിഗ്നൽ 4 എണ്ണമാണുള്ളത്. ഓക്കെ. ഇനി 93ാമത്തെ ചോദ്യം മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കുന്ന കുറ്റം ഏതാണ്. ഓപ്ഷൻ സി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ആണ് 185. നമ്മൾ പറഞ്ഞ സംഭവമാണ്, റെഗുലേഷൻ്റെ അവസാനത്തെ പേജിൽ വരുന്ന സംഭവമാണ്. ഓക്കെ. 94ാമത്തെ ചോദ്യം വരുന്നത് സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ്. സ്കൂൾ ബസ്സിൻ്റെ സ്പീഡ് ഗവർണർ കട്ടാകുന്ന 50 കിലോമീറ്ററാണ്, അനുവദിച്ച വേഗതയും 50 km/h ആണ്. 95ാമത്തെ ചോദ്യം വരുന്നത് ഒരു വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ പുറകിൽ ഓടിച്ചു പോകുമ്പോൾ പാലിക്കേണ്ട അകലം മുൻപിലെ വാഹനത്തിൽ നിന്ന് എത്രയാണ്. പുതിയ റെഗുലേഷൻ അനുസരിച്ച് സുരക്ഷിതമായ അകലം എന്നാണ് എൻ്റെ ആൻസർ, കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. 96ാമത്തെ ചോദ്യം ഡിലീറ്റ് ആണ്. കേരളത്തിലെ ഒരു വാഹനം കെട്ടി വലിക്കുമ്പോൾ പരമാവധി അനുവദനീയമായ വേഗത എന്ന് പറയുന്നത് 24 ആണ് എൻ്റെ ആൻസർ കൊടുത്തത്. പക്ഷേ 25 പുതിയ റെഗുലേഷൻ അനുസരിച്ചുള്ള ആൻസർ ആണ്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 25 ആണ് നിലവിലെ അപ്ഡേറ്റ്. അത് അകലം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ. ഇനി 97ാമത്തെ ചോദ്യം CRDI അതിൻ്റെ ഫുൾ ഫോം എന്താണ്, പൂർണ്ണരൂപം എന്താണെന്നാണ്. ഓപ്ഷൻ സി കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ്. ഓക്കെ. 98ാമത്തെ ചോദ്യം വരുന്നത് 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്ക് എടുക്കുന്ന സ്ട്രോക്ക് ഏതാണ്. സക്ഷൻ സ്ട്രോക്കാണ്. നമ്മൾ ക്ലാസ്സിൽ എടുത്ത് വരച്ച് പഠിപ്പിച്ച ഒരു സംഭവമാണ് ഈ ഒരു എഞ്ചിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അത് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കും. 99ാമത്തെ ചോദ്യം 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ആ എഞ്ചിനിൽ ഏത് വാൾവിലാണ് കൂടുതൽ വലിപ്പമുള്ളത്. അത് ഇൻടേക്ക് വാൾവിനാണ്, ഇൻലെറ്റ് വാൾവിനാണ് കൂടുതൽ വലിപ്പമുള്ളത്. എക്സോസ്റ്റിന് ചെറുതാണ്. ഓക്കെ, അതിനെ അപേക്ഷിച്ച് ചെറുതാണ്, ഇൻടേക്ക് വാൾവിനെ അപേക്ഷിച്ച് ചെറുതാണ്. ഓക്കെ, അതാണ് നമ്മളെ പഠിപ്പിച്ചൊരു സംഭവം തന്നെയാണ്. 100ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം വരുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് തരം വാഹനത്തിനാണ് മോട്ടോർ വാഹന നിയമപ്രകാരം താഴെ പറയുന്ന ഏത് തരം വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്. ഓപ്ഷൻ ഡി 3000 കിലോഗ്രാമിന് താഴെ GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റുള്ള എല്ലാ ഗുഡ്സ് വാഹനങ്ങൾക്കും എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അത് തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ 100 ചോദ്യങ്ങളായി, ഔട്ട് ഓഫ് 94 നേരത്തെ 100 ആയിരുന്നു, ഇപ്പോൾ 6 ചോദ്യം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. PSC പറഞ്ഞതാണ് ആൻസർ, അതിൽ യാതൊരു വ്യത്യാസം വരില്ല. കേസിന് പോയിട്ടും യാതൊരു കാര്യമൊന്നുമില്ല. അന്തിമ തീരുമാനം എടുക്കുന്നത് PSC ആണെന്നുള്ള വിധിയിൽ വരും. അതുകൊണ്ട് ആരും മുന്നോട്ട് പോകേണ്ട. കുറേ ആൾക്കാർ എന്നെക്കൊണ്ട് ചോദിച്ചു ഇതിനെതിരെ ഇനി വേറെ രീതിക്ക് എങ്ങനെ പോകാൻ പറ്റുമോ, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയിന്ന്. മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല മാർക്ക് കുറഞ്ഞത്, മറ്റുള്ള ആൾക്കാർക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്ക് കൂട്ടി നോക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു എന്താ പറയുക, എല്ലാവരും മാർക്ക് ഏകദേശം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ്, മാക്സിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 70 65 മുകളിൽ നോക്കിയാൽ മതി. 70 ഇപ്പോൾ 6 ചോദ്യം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഒരു 65 എബോൻ്റെ മുകളിൽ നോക്കിയാൽ മതി എന്നാണ്. അതിൻ്റെ താഴെ ഒരിക്കലും കട്ട് ഓഫ് ഇല്ല. സപ്ലിമെൻ്ററിലുള്ള ഉൾപ്പെട്ട ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് കുറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിടന്ന ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോ വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.